ഇവർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ, വിമത വൈദികരുടെ ഗുണ്ടായുസത്തിനെതിരെ, ഈ പൈശാചിക സംഘടനയുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ MTNS നേതൃത്വത്തിൽ ഇതാ ഒരുമിക്കുന്നു. ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം, പിന്നെയും ചാടിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പൈശാചിക സംഘടനയായ അൽമായ മുന്നേറ്റം ഗുണ്ടകൾക്കും ചിന്തിക്കാൻ ആകാത്ത വിധമായിരിക്കും തിരിച്ചടികൾ. അതിരൂപത ബസിലിക്ക, തൃപ്പൂണിത്തുറ, മാതാനഗർ, പാലാരിവട്ടം 4ഇടത്തും സഭ നിയോഗിച്ച വൈദികർ പീഡിപ്പിക്കപ്പെടുന്നു. നമുക്കേവർക്കും അറിയാം, എറണാകുളത്ത് വിമത വൈദികർ സീറോ മലബാർ സഭയെ, എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാനായി അവർ കണ്ടുപിടിച്ച അവരുടെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത്, മാർഗം എന്ന് പറയുന്നത്, അവർ ചൂണ്ടയിൽ കോർത്ത ഇര എന്ന് പറയുന്നത് നുണയുടെ രാജാവായ ഷൈജു ആന്റണി, അദ്ദേഹത്തിന്റെ ഇടവകയിൽ സഭ നിയോഗിച്ച കുര്യൻ ഭരണകുളങ്ങര അച്ഛൻ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളവും ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കടന്ന കർത്താവിനെ പോലെ ഇടവകയിലെ 2 വിമത കള്ളന്മാരുടെ ഇടയിലുള്ള ഒരു മുറിയിൽ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയാണ് തൃപ്പൂണിത്തുറ ഇടവക ദൈവാലയത്തിലെ ഭരണി കുളങ്ങര എന്ന് പറയുന്ന അച്ഛൻ. മറ്റു പള്ളികളിലെ വൈദികരുടെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ഈ പൈശാചിക സംഘടന വിമത വൈദികർ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. സഭാ നേതൃത്വം ഇരുട്ടിൽ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇവർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ, വിമത വൈദികരുടെ ഗുണ്ടായുസത്തിനെതിരെ, ഈ പൈശാചിക സംഘടനയുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ MTNS നേതൃത്വത്തിൽ ഇതാ ഒരുമിക്കുന്നു. ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ സായാഹ്ന ധർണ. എന്നെ കേൾക്കുന്ന പ്രിയ MTNS അംഗങ്ങളെ, ഞങ്ങളോട് അനുഭാവപൂർവ്വം ഞങ്ങളുടെ ഒപ്പം നിലനിൽക്കുന്ന വിശ്വാസി സമൂഹമേ, നമുക്ക് ഒത്തുചേരാം. ഈ പൈശാചിക സംഘടനയെയും എറണാകുളത്തെ വിമത വൈദികരെയും കെട്ടിക്കെട്ടിക്കാൻ ഇനിയും ഈ അധിക്ഷേപങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും തുടർന്നാൽ തിരിച്ചടികൾ ഭയങ്കരമായിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം. നന്ദി.